സ്പോർട്സ് ക്യൂവിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രീക്ക് ഇതിഹാസ താരം ദിമിത്രിയോസ് ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിടുമെന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ വന്നിരുന്നു. താരവും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും ക്ലബിനും നന്ദി പറയുന്നതുപോലെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടുകയും ചെയ്തു. ബ്ലാസ്റ്റേഴ്സ് കരാർ പുതുക്കുന്ന കാര്യത്തിൽ എടുത്ത തീരുമാനങ്ങളാണ് ദിമിയുടെ മടക്കത്തിന് കാരണമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. ബ്ലാസ്റ്റേഴ്സിനായി ഗോളുകൾ അടിച്ചുകൂട്ടിയ ദിമി മാനേജ്മെന്റിൽ നിന്നും ഇതിലും നല്ല ഓഫർ പ്രതീക്ഷിച്ചിരുന്നു. സാലറി കാര്യത്തിൽ ഇരട്ടിയോളം വർധനവില്ലെങ്കിലും തന്റെ പ്രകടനത്തിനൊത്ത പ്രതിഫലം കിട്ടുമെന്നായിരുന്നു താരത്തിന്റെ വിശ്വാസം. എന്നാൽ കാര്യത്തിൽ അത്ര പോസിറ്റീവായല്ല സംഭവിച്ചത്. ദിമിക്ക് ഓഫർ ചെയ്ത തുക താരത്തിന്റെ പ്രതീക്ഷകൾക്ക് വളരെ താഴെയായിരുന്നത്രേ. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മറ്റ് 2-3 ക്ലബ്ബുകൾ ഗ്രീക്ക് താരത്തെ ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവർ വലിയ ഓഫറുമായി രംഗത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട്. മുംബൈ സിറ്റി, FC ഗോവ ക്ലബ്ബുകളാണ് ദിമിയുടെ ബൂട്ടുകൾ വിലയ്ക്ക് എടുക്കാൻ രംഗത്തുള്ളത്. അവർ താരവുമായി ചർച്ചകൾ ഇതിനകം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെ മറ്റൊരു ട്വിസ്റ്റ് വരുന്നുണ്ട്. അത് ദിമിയുടെ കാര്യത്തിൽ തന്നെയാണ്. ക്ലബ്ബ് മാനേജ്മെന്റ് ദിമിയുടെ കാര്യത്തിൽ വീണ്ടും വിചാരത്തിന് ശ്രമിക്കുന്നു എന്ന വാർത്തയാണത്. താരത്തെ വിട്ടുകളയുന്നത് ബുദ്ധിയല്ലെന്ന ചിന്തയും മാനേജ്മെന്റ് തലത്തിലുണ്ട്. സാലറി ക്യാപ്പും ഏഷ്യൻ ക്വാട്ടയും അടുത്ത സീസണിൽ എടുത്തു കളയും എന്നതിനാൽ മറ്റ് ടീമുകൾ പൈസ വാരിയെറിയാൻ സാധ്യതയുണ്ട്. താരതമ്യേന കളിക്കാരുടെ കാര്യത്തിൽ ചെറിയ ബജറ്റിൽ കാര്യങ്ങൾ തീർക്കാൻ ശ്രമിക്കുന്ന ബ്ലാസ്റ്റേഴ്സിനെ പോലുള്ള ക്ലബ്ബുകൾക്ക് ഇത് അത്ര നല്ല സൂചനയല്ല. അതുകൊണ്ട് തന്നെ ദിമിയുടെ കാര്യത്തിൽ ഒരു മറച്ചു ചിന്തിക്കലിന് ഇനിയും സാധ്യതയുണ്ട്. ദിമിയും നല്ല ഓഫർ കിട്ടിയാൽ ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ സമ്മതം മൂളുമെന്നാണ് വിവരം. ഈ സീസൺ ISL-ൽ 13 ഗോളുകൾ അടിച്ച് ദിമി ബ്ലാസ്റ്റേഴ്സിന്റെയും ലീഗിലെയും ടോപ്പ് സ്കോറർ ആയിരുന്നു. ആകെ ബ്ലാസ്റ്റേഴ്സിനായി 44 മത്സരങ്ങൾ കളിച്ച ദിമി 28 ഗോളുകൾ ക്ലബിനായി നേടിയിട്ടുണ്ട്. 7 അസിസ്റ്റും സംഭാവന ചെയ്തു. എക്കാലത്തെയും മികച്ച ഗോൾ സ്കോറർമാരിൽ ഒരാളാണ് താരം.